പഞ്ചാബിനെതിരെ മികച്ചൊരു വിജയത്തിന് ശേഷമാണ് സഞ്ജു സാംസണും കൂട്ടരും ഗുജറാത്തിനെതിരെ നേരിടാൻ ഇറങ്ങിയത്. പക്ഷേ വളരെ ഒരു തിരിച്ചടിയാണ് രാജസ്ഥാൻ നേരിട്ടത്. 212 റൺസാണ് ഗുജറാത്ത് ഉയർത്തിയ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശാൻ ഇറങ്ങിയ സഞ്ജുവും കൂട്ടർക്കും 159 റൺസിന് ഓൾ ഔട്ട് ആകേണ്ട അവസ്ഥ വരികയാണ്. അതായത് ഓൾ ഔട്ട് ആവുകയാണ്. അതായത് വളരെ പരിതാപകരമായ അവസ്ഥ എന്ന് പറയും. സഞ്ജു, ജയ്സ്വാൾ, ഹെഡ്മേയർ അങ്ങനെയുള്ള വൻ താരനിരകളുള്ള അല്ലെങ്കിൽ വൻ താരങ്ങളുള്ള ടീമാണ്. പക്ഷെ എന്നിട്ടും അവർ ഗുജറാത്തിൻ്റെ ബോളിങ്ങിന് മുമ്പിൽ പതറിപ്പോയി. കാരണം വെച്ചാൽ വളരെ ഈസി ആയിട്ട് വേണമെങ്കിൽ അടിച്ചെടുക്കാൻ സ്കോറായിരുന്നു, വലിയ സ്കോറൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എവിടെയോ പിഴച്ചുപോയി. കാരണം വെച്ചാൽ രാജസ്ഥാന് ഈ നിലവിലുള്ള അവസ്ഥയിൽ ജയം അനിവാര്യമാണ്. ഗുജറാത്തിനെ സംബന്ധിച്ച് പോയിന്റ് ടേബിൾ ഇപ്പം നിലവിൽ 1-ാം സ്ഥാനത്താണ്, രാജസ്ഥാനാണെങ്കിൽ 7-ാം സ്ഥാനത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഒരു വിജയത്തിലേക്ക് എത്തേണ്ട മത്സരം. സഞ്ജു ക്യാപ്റ്റൻസിലോട്ട് തിരിച്ചു വന്നൊരു മത്സരം കഴിഞ്ഞ് പഞ്ചാബിനെതിരെ ക്യാപ്റ്റൻസിലോട്ട് വന്നു. ഈ മത്സരത്തിൽ സഞ്ജുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ബാറ്റിങ്ങിൽ സഞ്ജു മോശമല്ലാത്ത രീതിയിൽ പ്രകടനം പുറത്തെടുത്തു. പക്ഷേ ടീം പരാജയപ്പെട്ടു. അത് ഓൾ ഔട്ട് ആവുകയാണ് ചെയ്യുന്നത്. ഇതിന് എത്രത്തോളം നമുക്ക് നോക്കി കാണാൻ പറ്റും? അല്ല, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പം 7-ാം സ്ഥാനത്താണ് രാജസ്ഥാൻ ഉള്ളത്. നമുക്ക് പുറകിലുള്ളത് മുംബൈയും ചെന്നൈയും ഹൈദരാബാദും മാത്രമാണ്. ഹൈദരാബാദ് ഒരു കൂറ്റിനടിക്കാനുള്ള ടീമാണ്, പക്ഷേ അമ്പേ തകർന്നു പോയി. ചെന്നൈയുടെ മുംബൈയുടെ അവസ്ഥ നമുക്കറിയാം. പിന്നെ ഏറ്റവും വലിയ ടീമുകളാണ്, ഏറ്റവും വലിയ ഫാൻ ബേസുള്ള ടീമാണ്. പക്ഷേ അവരുടെ കാര്യം തീർന്നു. അതിനും ഇല്ലാണ്ട് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഈ ഡൽഹിയെ പോലുള്ള ടീമുകൾ 2-ാം സ്ഥാനത്തേക്ക് നിൽക്കുന്നു. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ചരിത്രത്തിലെ കണക്കുകളെല്ലാം മാറ്റി വെച്ച് നോക്കിയാൽ കുഞ്ഞൻ ടീമുകൾ എന്ന് പറയുമ്പോൾ ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ IPL കടലാസിലെ കണക്കുകൾ നോക്കുമ്പോൾ കുഞ്ഞൻ ടീമുകളായിരുന്നവർ ഉയർന്നു വരികയാണ്. ആ സമയത്താണ് ഈ പ്രധാനപ്പെട്ട ടീമുകൾ താഴ്ന്നു പോകുന്നത്. പക്ഷേ സഞ്ജു ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആദ്യത്തെ 3 മത്സരങ്ങളിൽ റിയാൻ പരാഗിന് കീഴിലായിരുന്നു രാജസ്ഥാൻ കളിച്ചത്. അതിൽ 2 മത്സരങ്ങൾ പരാജയപ്പെട്ടു, 1-ൽ ജയിച്ചു. ആ ചെന്നൈക്കെതിരെ ജയിച്ചു. അടുത്ത മത്സരത്തിൽ പഞ്ചാബിനെതിരെ സഞ്ജു വന്നു. സഞ്ജു ഒരു ഗംഭീര വിജയം, ജിബിനിപ്പോൾ പറഞ്ഞാൽ തന്നെ ഗംഭീര വിജയമാണ് നേടിയത്. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷ വന്നു ശഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയിൽ വീണ്ടും തിരിച്ചു വരാൻ വേണ്ടി പറ്റുന്നു. ഇന്നലെ ടോസ് നേടിയിട്ട് നമുക്ക് ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുന്ന സമയത്തും ആ ഒരു പ്രതീക്ഷയായിരുന്നു. അതിനൊരു മികച്ച തുടക്കം തന്നെയായിരുന്നു ആർച്ചർ നൽകിയത്. ശുഭ്മാൻ ഗില്ലിൻ്റെ സ്റ്റെമ്പ് എറിച്ച കാഴ്ച ഒരു സുന്ദരമായ ബോളിംഗ് ആയിരുന്നു. ഗില്ലിൻ്റെ കാഴ്ചക്കാരനൊക്കെയാണ് സ്റ്റെമ്പ് കൊണ്ട് ബോൾ പോയത്. അപ്പം അവിടെ ക്യാപ്റ്റൻ തീരുമാനത്തെ ശരിവെക്കുകയായിരുന്നു. നമുക്ക് ഈ മത്സരത്തിൽ മികച്ച രീതിയിൽ ഗുജറാത്തിനെ എറിഞ്ഞിടാൻ വേണ്ടി പറ്റും തോന്നി. പക്ഷേ ഹൈദരാബാദിനൊക്കെ നമ്മൾ വഴങ്ങിയതുപോലെ തന്നെ 200 മുകളിൽ റൺസ് വഴങ്ങേണ്ടി വരുവാണ്. പിന്നെ സായിദ് സുദർശൻ്റെ ഒക്കെ കിടിലം ബാറ്റിംഗാണ് പിന്നെ കണ്ടത്. ആ ബാറ്റിങ്ങിൽ ബോളിങ്ങിൽ നമുക്ക് പിഴവ് പറ്റി. ഒരു സഞ്ജു മത്സരശേഷം പറഞ്ഞാൽ തന്നെ ഒരു 15-20 റൺസ് അധികമായി വഴങ്ങേണ്ടി വന്നു ഫീൽഡ് ചെയ്യുന്ന സമയത്ത്. അതിൻ്റെ ഒരു പ്രശ്നം അവിടെ വന്നു. 58 റൺസാണ് തോറ്റത്. ബാറ്റിങ്ങിൽ ഇറങ്ങിയപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റേ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ അങ്ങ് വീണ് പോവുകയാണ്. അതിൽ സഞ്ജു ഹെഡ്മേയർ മാത്രമാണ് പൊരുതി നോക്കിയത്. സഞ്ജു ഹെഡ്മേയർ ഉണ്ടായപ്പോൾ ചാൻസ് ഉണ്ടായിരുന്നു, സാധ്യത ഉണ്ടായിരുന്നു നമുക്ക് ആ സമയത്തും. പക്ഷേ അതിലേക്ക് അങ്ങ് എത്താൻ വേണ്ടി വരുന്നില്ല. കൃത്യമായ ഇടവേളകളിൽ ഗുജറാത്ത് ബോളർമാർ വിക്കറ്റ് വീഴ്ത്തി, 2 വിക്കറ്റ് സായി കിഷോറും വീഴ്ത്തി മികച്ച രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റി. അപ്പം ആ ഒരു മറുപടി ഇല്ലാണ്ടായിപ്പോയി. നമ്മുടെ ബാറ്റിംഗ് നിരയും തകർന്നു. 10 ഓൾ ഔട്ട് ആവുന്നത് ഇപ്പം പറയുമ്പോൾ തന്നെ അറിയാം. ബാറ്റിംഗ് നിര നന്നായിട്ട് തകർന്നിട്ടുണ്ട്. ബോളർമാർ റൺസും വഴങ്ങി. അപ്പോൾ അവർ പൂർണ്ണ രൂപത്തിലൊരു വലിയൊരു പരാജയമാണ്, തിരിച്ചടിയാണ് നേടിയിട്ടത്. അപ്പോൾ അടുത്ത മത്സരത്തിലേക്ക് ബോളർമാർ ഉൾപ്പെടെ തിരിച്ചു വന്നാൽ മാത്രമേ ഇനി രാജസ്ഥാൻ പ്രതീക്ഷയുള്ളൂ. ഇനി ഓരോ മത്സരം ക്രൂഷ്യലായി മാറുകയാണ്. തുടങ്ങിയതേ ഉള്ളൂ എന്നൊക്കെ പറയാം. പക്ഷേ 5 മത്സരങ്ങൾ കഴിഞ്ഞിട്ട് 4 മത്സരം തോറ്റൊരു ടീം എന്ന് പറയുമ്പോൾ 3 മത്സരങ്ങൾ തോറ്റൊരു ടീം എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ മുന്നോട്ടുള്ള യാത്ര തന്നെ കാണേണ്ടി വരും. ഇതുപോലെ തിരിച്ചു വരാൻ വേണ്ടി പറ്റില്ല. ഇതുപോലത്തെ പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഗില്ലിൻ്റെ ഔട്ട്, ആർച്ചറിൻ്റെ ബോൾ നല്ല ഗംഭീര പന്തിലാണ് ഔട്ടാവുന്നത്. പക്ഷെ നമ്മളപ്പോൾ നമ്മൾ പറയേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഗുജറാത്തിൻ്റെ ഒരു ബാറ്റിംഗ് നിരയുടെ ഒരു കരുത്തുണ്ട്. കാരണം സായി സുദർശൻ എന്ന് പറയുന്ന താരം അധികം വാഴ്ത്തപ്പെടാതെ പോകുന്നൊരു താരമാണ്. കാരണം വെച്ചാൽ എല്ലാ മത്സരങ്ങളും അദ്ദേഹത്തിൻ്റെതായ ഒരു മേജർ ഇന്നിങ്സ് ചെറുതും വലുതായിട്ട് തുടക്കം നൽകുന്നുണ്ട്. ഗുജറാത്തിനെ സംബന്ധിച്ച് അവർക്കൊരു വലിയൊരു തുടക്കമാണ് സായി സുദർശനെ കിട്ടുന്നത്. അപ്പോൾ അഥവാ ഗില്ല് വീണ് കഴിഞ്ഞാൽ ഇപ്പം ബട്ട്ലർ വരുന്നുണ്ട്. ബട്ട്ലറിന് ഈ തവണത്തെ സീസണിൽ നമുക്ക് നോക്കാം, ഒരു നങ്കൂരോട്ട് കളിക്കാനായിട്ട് ഉള്ളൊരു ഇത് പ്രാപ്തിയായ ഇതാണ് ഇത്തവണ ഇന്നലത്തെ കളിയിൽ. അതിൽ ഏറ്റവും വലിയ കാര്യം രാജസ്ഥാൻ കൈവിട്ട് മുതലാണ്, ഒരു സ്വത്താണ്. രാജസ്ഥാൻ ജോസേട്ടെന്ന് പറഞ്ഞ് കൊണ്ടു നടന്നതാണ്. സഞ്ജു ഈ സീസൺ തുടങ്ങുന്നത് തൊട്ടും പറഞ്ഞില്ല. ഇപ്പം ബട്ട്ലർ നമ്മുടെ കൂടെ ഇല്ല എന്നത് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന്. ആ ടീമിനെതിരെയാണ് ഇന്നലെ പിന്നെ നമ്മൾ ഏറ്റവും ഉറ്റുനോക്കിയായിരുന്നു മത്സരമായിരുന്നു. അപ്പം ഭേദപ്പെട്ട പ്രകടനം തന്നെയാണ് പിന്നെ നമ്മുടെ ബട്ട്ലറും കാഴ്ചവെച്ചത്. വലിയ ഒരു കൂറ്റിനടികളോട് അല്ലെങ്കിലും മികച്ച രീതിയിൽ പിന്നെ ടീമിന് സംഭാവന നൽകാൻ വേണ്ടി 36 റൺസാണ് എടുത്തത്. ടീമിന് നല്ല സംഭാവന നൽകാൻ വേണ്ടി ബട്ട്ലർക്ക് പറ്റിയിട്ടുണ്ട്. ആ ബട്ട്ലറെ വീഴ്ത്താനും ഈ ഗില്ലിൻ്റെ വിക്കറ്റ് വീണപ്പോൾ ബട്ട്ലർ വരുമ്പോൾ തന്നെ ഒരു കുടുംബത്തോട് വന്നിട്ട് പിന്നെ ഒരു മകൻ വന്ന് കളിക്കുന്ന ഫീൽഡാണ് നമുക്ക് കളി കാണുന്നുണ്ടായത്. പക്ഷേ ബട്ട്ലറെ വീഴ്ത്താൻ വേണ്ടി സഞ്ജുവിന് പറ്റിയില്ല. ആർച്ചറും മികച്ച രീതിയിലൊന്നും നോക്കി. പക്ഷേ ബട്ട്ലർ നല്ല രീതിയിൽ തുടങ്ങിയത്. ആ സമയത്ത് തന്നെ സായി സുദർശൻ ഗിയർ മാറ്റിയിരുന്നു, അടിച്ചു തുടങ്ങിയിരുന്നു. അതിൽ പിന്നെ ഒരു കളി മുന്നോട്ട് കൊണ്ടുപോകാണ് ചെയ്തത്. സായി സുദർശൻ അടിച്ച് കളിക്കുമ്പോൾ ബട്ട്ലർക്ക് പലപ്പോഴും കാഴ്ചക്കാരനായിട്ടുണ്ട് കണ്ടിരുന്നുണ്ട്. ഇരുവരും കൂടെ 80 റൺസിന്റെ പാർട്ണർഷിപ്പ് മറ്റേ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് 2 ഔട്ട്. എന്നുവെച്ചാൽ 10-ാം ഓവറിലാണ് പിന്നെ ഔട്ടാവുന്നത്. അതായത് ബട്ട്ലർ ഔട്ടാവുന്നത്. അതുവരെ അതുവരെ കളി കംപ്ലീറ്റ് ആയിട്ട് ഗുജറാത്തിന്റെ കയ്യിലായിരുന്നു. പിന്നീട് ഷാരൂഖ് ഖാൻ വന്നപ്പോഴൊക്കെ തന്നെയാണ് 156 മൂന്നാമത്തെ വിക്കറ്റ് ഇരുന്നത്. അവിടെ പിന്നെ ഷാരൂഖ് ഖാനും നമ്മുടെ സുദർശനും കൂടിയിട്ടാണ് ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോഴേക്കും നമുക്ക് ഉറപ്പിച്ചു ഈ സമയം ആകുമ്പോഴേക്കും തന്നെ ടീം ടോട്ടൽ 200 കടക്കുന്നു. അല്ലെങ്കിൽ ഒരു അസാമാന്യ പ്രകടനത്തിലൂടെ രാജസ്ഥാൻ ബോളർമാർ കളി തിരിച്ചുപിടിക്കണമായിരുന്നു. പക്ഷെ അതിന് സാധിച്ചില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് ടീമിന്.
അതായത് നമ്മൾ ഇപ്പോൾ ഇവൻ്റെ ബട്ട്ലറുടെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ സൈദ് കുറച്ചിൻ്റെ കാര്യങ്ങളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ വെച്ചാൽ ഈ ഗുജറാത്തിൻ്റെ ബാറ്റിംഗ് ലൈനപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അല്ല നമ്മുടെ ഈ ബോളർമാർ ഇത് നമ്മൾ പറയാം, തുഷാർ ദേശ്പാണ്ഡെയും തീക്ഷ്ണയും രണ്ടുപേരും 50 മുകളിൽ റൺ വഴങ്ങിയിട്ടുണ്ട് 4 ഓവറിൽ. അത് വലിയ തിരിച്ചടിയപ്പോഴുണ്ട്. ആദ്യത്തെ മത്സരത്തിൽ നമുക്കറിയാം ഹൈദരാബാദ് 286 അടിച്ചപ്പോൾ ആർസിലാണ് 76 റൺസ് വാങ്ങിയത്. പക്ഷേ ആർസിൽ ഇന്നലെ ഭേദപ്പെട്ടെന്നൊരു പ്രകടനം വേണം പറയാൻ വേണ്ടി പറ്റും. പക്ഷേ ടീമങ്ങൾ ഏതെങ്കിലും ഒരു താരങ്ങൾ 2 താരങ്ങൾ ബാക്കി റൺ വിട്ടുകൊടുക്കുന്നതിലേക്കാണ് പോകുന്നത്. അപ്പം ഒരു പൂർണ്ണമായ കൺട്രോളിലേക്ക് കാര്യങ്ങൾ പിന്നെ നമുക്കിപ്പം ഹൈദരാബാദ് രാജസ്ഥാൻ്റെ ഗുജറാത്തിൻ്റെ പിച്ചാണ്, ഹോം ഗ്രൗണ്ടിലാണ് കളി നടന്നത് എങ്കിൽ കൂടി ഒരു റൺ വഴങ്ങുന്നതിലൊരു ധാരാളിത്തം കാട്ടിയിരുന്നെങ്കിൽ, ഒരു 150 റണ്ണൊക്കെ എറിഞ്ഞിടാൻ വേണ്ടി പറ്റിയിരുന്നെങ്കിൽ നമുക്ക് ഒരു വിജയം സ്വപ്നം കാണാമായിരുന്നു. ഇന്നലെ ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം ബാജിങ്ങിലേക്ക് വരുമ്പം നമ്മൾ ജയ്സൽ ആദ്യം പോയിട്ട് പിന്നെ നമ്മുടെ സഞ്ജു ഇറങ്ങിയിട്ട് നമുക്ക് പ്രതിരോധിക്കുന്ന സമയത്ത് പിന്നെ വിക്കറ്റ് പോയാലും സഞ്ജു ഹെഡ്ബേർ ക്രീസിലുള്ളപ്പോഴൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. സഞ്ജു വീണപ്പോൾ തന്നെ പ്രതീക്ഷ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് നോക്കുമ്പോൾ പിന്നെ വിക്കറ്റുള്ള ചടങ്ങുകൾ മാത്രമായിരുന്നു, ചടങ്ങ് പൂർത്തിയാക്കാൻ മാത്രമായിരുന്നു. പക്ഷെ നമ്മളിത് രാജസ്ഥാൻ്റെ ബാറ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഒരു അവസരം ഇപ്പോൾ നമ്മൾ പറഞ്ഞ ബട്ട്ലറുടെ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ സീസൺ വരെ ബട്ട്ലർ രാജസ്ഥാൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ സഞ്ജു വീണാൽ സഞ്ജു തിളങ്ങിയില്ലെങ്കിൽ ബട്ട്ലർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ജയ്സ്വാൾ ഉണ്ടായിരുന്നു. ഓപ്പണിംഗിൽ ഏതെങ്കിലും ഒരു താരങ്ങളായിട്ട് പിടിച്ച് നിൽക്കുമായിരുന്നു. ഒരു വലിയൊരു സ്കോർ ഉണ്ടെങ്കിൽ പോലും ഇവർ ആരെങ്കിലും ഒരു തിളങ്ങിയാൽ ഒരുപക്ഷെ വിജയത്തിലേക്ക് എത്തായിരുന്നു. നമ്പറായിരുന്നു. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ ബട്ട്ലർ ഇല്ല. ഉള്ളത് നമുക്ക് എടുത്തു പറയാൻ താരങ്ങൾ എന്ന് പറഞ്ഞാൽ സഞ്ജു, ജയ്സ്വാൾ, പരാഗൊക്കെയാണുള്ളത്. ഇതിൻ്റെ അകത്ത് സഞ്ജു ജയ്സ്വാൾ വലിയ ഇന്നിങ്സ് കളിക്കാൻ പ്രാപ്തിയുള്ള താരമാണ്. സഞ്ജു അതെ. ഇവരിൽ ആരെങ്കിലും ഒരാൾ തുടക്കത്തിലെ ഔട്ടായി കഴിഞ്ഞാൽ ഓപ്പണിംഗ് വലിയൊരു ഓപ്പണിംഗിൽ ഒരു നല്ലൊരു സ്കോർ പിറന്നില്ലെങ്കിൽ കളിക്കാൻ പറ്റിയ വലിയ പ്രതീക്ഷ ഉണ്ടാവും. എല്ലാ ടീമിനും അങ്ങനെയാണ്. അവർ ഓപ്പണർമാർ പവർ പ്ലേയിൽ ഉണ്ടെങ്കിൽ റൺ ഉയർത്താൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ ടീമിന് മികച്ച ടോട്ടൽ പിന്തുടരാനും ടാർഗറ്റ് പിന്തുടരാനും ഒരു മികച്ച ടോട്ടൽ ഉയർത്താനും പറ്റും. പക്ഷേ അതിലേക്ക് പോകുന്നില്ല. ഇന്നലെ 10 റൺസ് ആവുമ്പോഴേക്ക് 2 വിക്കറ്റ് വേണം. നിതീഷ് റാണിൻ്റെ വിക്കറ്റ് നഷ്ടപ്പെടുകയാണ്. നിതീഷ് റാണ ഒരു മികച്ച താരം തന്നെയാണ്. പിന്നെ രാജസ്ഥാൻ ഇപ്രാവശ്യം കളിക്കാൻ വേണ്ടി ഒരു സ്ട്രോങ് പേഴ്സൺ തന്നെയാണ്. പക്ഷേ ആദ്യത്തെ ജയ്സ്വാൾ പോയതിനു ശേഷം രണ്ടാമത് 10 റൺ ആവുമ്പോഴേക്ക് നിതീഷ് റാണിയും പോവുകയാണ്. പിന്നെ പരാഗും സഞ്ജുവും കൂടി ഒന്ന് കരകയറാൻ ശ്രമിക്കുന്നു. പരാഗ് വീഴുന്നു. ഈ പരാഗ് സഞ്ജു നിന്നപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ പരാഗ് കഴിഞ്ഞ കളിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇച്ചിരി അറ്റാക്കിംഗ് മൂഡിലാണ് കളിച്ചിരുന്നത്. അപ്പോൾ സഞ്ജു എപ്പോഴും ഒരു പിന്തുണ നൽകാൻ ശ്രമിച്ചു. പക്ഷേ പെട്ടെന്ന് പരാഗ് ഔട്ടാണ്. പറഞ്ഞ 10 മിനിറ്റ് 2 12 റൺസാണ് രണ്ടാമത്തെ വിക്കറ്റ് പോയത്. പിന്നെ 63 ആകുമ്പോഴേക്ക് 60 റൺ ആകുമ്പോഴേക്കാണ് നമ്മുടെ പരാഗിൻ്റെ വിക്കറ്റ് വന്നത്. പിന്നെ നമ്മുടെ ജുറൽ വന്നിട്ട് ജുറലിനും നമുക്ക് വളരെയേറെ പ്രതീക്ഷയുള്ള താരമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പിടിച്ചേക്കാൻ വേണ്ടി പറ്റുന്നത് അദ്ദേഹം പെട്ടെന്ന് മടങ്ങുവാണ്. അവിടെ തന്നെ പിന്നെ നമ്മൾ ഹെഡ്മേറും സഞ്ജുവും കൂടി ഒന്ന് ശ്രമിക്കുന്നു, ഒരു പ്രതീക്ഷ നൽകുന്നു. രണ്ടുപേരും നന്നായിട്ട് കളിക്കുന്നു. പക്ഷേ സഞ്ജുവിൻ്റെ വിക്കറ്റോടെ വീണതോടെ ഇത് പോവുകയാണ്. പിന്നെ ഹെഡ്മേറിന് ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ടാർഗറ്റ് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഹെഡ്മേറിൽ പ്രതീക്ഷയുണ്ടെങ്കിലും ഒറ്റയാൾക്കുള്ള കളി പിടിക്കുന്നൊക്കെ തോന്നിയില്ല. പക്ഷേ നമുക്ക് അറിയാമായിരുന്നു നടക്കാൻ വേണ്ടി പോകുന്നില്ല. ഗുജറാത്ത് താരങ്ങൾ മികച്ച രീതിയിൽ പന്തെറിയുന്ന ഘട്ടത്തിൽ കൂടി ആവുന്നുണ്ട്. അല്ലെ പ്രസിദ്ധ് കൃഷ്ണയുടെ ബോളിൽ സഞ്ജു ഔട്ടായതൊരു ബോൾ ഉണ്ടായിരുന്നു. നല്ലൊരു ഫീൽഡ് സെറ്റ് ചെയ്ത ബോളിൽ കറക്റ്റായിട്ട് ഉള്ളൊരു ക്യാച്ചിലൂടെയാണ് സഞ്ജു ഔട്ടാകുന്നത്. കുറച്ച് നമ്മളൊരു കാണുക വെച്ചാൽ സഞ്ജു കറക്റ്റ് ഷോട്ട് എടുക്കുന്നു. അത് കറക്റ്റ് ആ ഫീൽഡ് സെറ്റ് ചെയ്തതുപോലെ തന്നെ പ്രസിദ്ധ് കൃഷ്ണയുടെ കയ്യിലോട്ട് ക്യാച്ച് വരുന്നു. പക്ഷേ സഞ്ജു പോയതോടുകൂടി രാജസ്ഥാൻ തോൽവി ഏറെക്കുറെ സംഭവിക്കുന്നു. പിന്നെ ഇമ്പാക്ട് പ്ലെയറായിട്ട് വന്ന ശുഭൻ ദുബെയാണ്. അദ്ദേഹത്തിന് ഒന്നും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. രാഷ്ട്രീയക്കാരന് മുമ്പിൽ കുരുങ്ങി വീഴുകയായിരുന്നു. അദ്ദേഹം പോയപ്പോൾ തന്നെ 3 ബോൾ റണ്ണേഴ്സിൻ്റെ അടുത്ത് ഇമ്പാക്ട് പ്ലെയർ. അവിടെയാണ് പിന്നെ പ്രതീക്ഷ ഒരു ഹെഡ്മേറിന് കൂട്ട് കിട്ടേണ്ടത്. പക്ഷെ അത് കിട്ടിയില്ല. പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ ആർസറയും സന്ദീപ് ശർമ്മയിൽ നമുക്ക് ഒരു ചടങ്ങ് പൂർത്തിയാക്കൽ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിലേക്കൊന്ന് എത്തി നോക്കാൻ പോലും ആയില്ല. സഞ്ജു ഇപ്പോൾ പറഞ്ഞാൽ തന്നെ സഞ്ജു മത്സരം പറയുന്നുണ്ട് ബോളിംഗ് നമ്മൾ പിന്നെ ഒരു 15 റൺസ് കൂടുതൽ വഴങ്ങി ബാറ്റിംഗിൽ തങ്ങൾ ക്രീസിലുണ്ടായിരുന്നു. താനും ഹെഡ്ബേറും ക്രീസിലുണ്ടായപ്പോൾ ജയിക്കാമായിരുന്നു ഇതായിരുന്നു. പക്ഷേ ഒരു വിക്കറ്റ് വീണതോടെ എല്ലാം പോകുമായിരുന്നു. ആ ഒരു പ്രതീക്ഷയിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ടീം മീറ്റിംഗിൽ കൃത്യമായി ഇതിന് വിലയിരുത്തും. അടുത്ത മത്സരം തിരിച്ചു വരുന്ന സഞ്ജു പറയുന്നുണ്ട്. അതിൽ മാത്രമാണ് ഇതിന് പ്രതീക്ഷ. ഇപ്പം ഇന്നലെ പറ്റിയ പിഴവുകൾ എവിടെയൊക്കെയാണെന്നൊരു ടീം കൃത്യമായി നിരീക്ഷിച്ച് തിരിച്ചു വേണം. മറുവശത്ത് ഗുജറാത്തിനും പറയുമ്പോൾ ഗില്ലിൻ്റെ കീഴിൽ കഴിഞ്ഞ വർഷം അവർക്ക് അത്ര നല്ല സീസൺ ആയിരുന്നില്ല. ഗില്ലിൻ്റെ കീഴിൽ മികച്ച രീതിയിൽ കളിക്കുന്നവർക്ക് പറ്റുന്നുണ്ട്. ഇപ്പോൾ ഗില്ലിൽ നിന്ന് തുടക്കത്തിൽ തന്നെ പോയിട്ടും അവർക്ക് ടോട്ടൽ 200 നടത്താൻ വേണ്ടി പറ്റുന്നു. സൈദ് സുദർശൻ്റെ പ്രവർത്തന മികവിൽ ബൗളിങ്ങിലേക്ക് വരുമ്പം താരങ്ങളെല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു. ക്യാപ്റ്റന് വേണ്ടി നന്നായിട്ട് പന്തെറിയുന്നു. റാഷിദ് ഖാൻ തിരിച്ചു വന്നു. റാഷിദ് ഖാനൊക്കെ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ തല്ല് വാങ്ങിയിരുന്നെങ്കിൽ കൂടി ഇന്നലെ 2 വിക്കറ്റ് എടുത്ത് നിർണായക 2 വിക്കറ്റുകളൊക്കെ എടുത്ത് തിരിച്ചു വരുന്നു. അപ്പം ഗുജറാത്തിന് പ്രതീക്ഷയിൽ ഉയരുകയാണ്. ഒന്നാം സ്ഥാനത്തേക്ക് ഇന്നത്തെ മാസത്തോടെ എത്തിയത്. ആ നമുക്കിപ്പോൾ പോയിന്റ് പട്ടികയിൽ ഒന്നാമത് നിൽക്കാനുള്ള ഒരു 5 മത്സരങ്ങളിൽ 4 ജയങ്ങളായി 8 പോയിന്റ് കിട്ടി. അപ്പം ഒരു ഒന്നാം സ്ഥാനത്തിന് എന്തോ അർഹമായ പ്രവർത്തനം തന്നെയാണ് ഇന്നലെ ഗുജറാത്ത് കാഴ്ചവെച്ചത് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഈ രാജസ്ഥാനെ സംബന്ധിച്ച് അവർ എത്ര ഇനി ഡിസ്കസ് ചെയ്താലും അവരുടെ ഒരു നെളിച്ച് നിൽക്കുന്ന വലിയ സാധനം ബട്ട്ലറുടെ അസാന്നിധ്യമാണ്. കാരണം ബട്ട്ലറെ വിട്ട് കളഞ്ഞപ്പോൾ പകരം റീപ്ലേസ്മെന്റ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയൊരു പ്ലെയറെ വേണമായിരുന്നു. പക്ഷെ അതവിടെ നടത്താൻ രാജസ്ഥാൻ ഇതിന് പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു വലിയൊരു കുറവ് ഇപ്പോൾ രാജസ്ഥാൻ നിരയിലുണ്ട്. കാരണം വെച്ചാൽ ജയ്സ്വാൾ സഞ്ജു വീണ് കഴിഞ്ഞാൽ രാജസ്ഥാനെ ഈസിയായിട്ട് പരാജയപ്പെടുത്താൻ പറ്റുമെന്നുള്ള അവസ്ഥയിലോട്ടാണ് ഏത് ടീമിനും എത്തിയിട്ടുണ്ട്. കാരണം വളരെ സിമ്പിളാണ്. അതെ, ഒരു താരം നമ്മളിപ്പം പിന്നെ റിട്ടേൺ ചെയ്ത് താരത്തെ ഇരിക്കുമ്പോൾ ലേലത്ത് പിടിക്കാൻ നോക്കും. പക്ഷേ നമുക്കറിയാം
രാജസ്ഥാൻ്റെ പേഴ്സിൽ എത്ര മണി ഉണ്ടായിരുന്നു നമുക്കറിയാം. പക്ഷെ അത് കിട്ടാത്ത സമയത്ത് ഒരു ബാക്കപ്പ്, ഒരു പ്ലാൻ, മാനേജ്മെൻറ്റ് പ്ലാൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ രാഹുൽ ദ്രാവിഡ് തിരിച്ചെത്തുമ്പോൾ ദ്രാവിഡിൻ്റെ നമ്മളെ പ്രാദേശിക മറ്റേ യുവതരങ്ങളെ വളർത്തിക്കൊണ്ടുന്ന സ്ട്രാറ്റജി അത് തന്നെയാണോ അപ്ലൈ ചെയ്തതെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ കൂടി ഇങ്ങനത്തെ ഒരു ടൂർണമെൻറ്റിൽ ഇറങ്ങുമ്പോൾ ബട്ട്ലർ ഒരു വലിയൊരു മനുഷ്യന് അവിടെ പിന്നെ പോകുമ്പോൾ ആ വിടവ് നികത്താൻ പറ്റുന്ന ഒരു താരമുണ്ടോ എന്ന് നോക്കണമായിരുന്നു. ഒന്നിലധികം താരങ്ങളെ കൊണ്ട് വിടവ് നികത്തുക എന്നുള്ളത് പിന്നെ അത്ര പ്രായോഗികമായ കാര്യമല്ല. അതിനാണ് ഇപ്പം ജിം വാർണർ കണ്ടത്. ആ ബട്ട്ലറിൻ്റെ ആ സാന്നിധ്യം അത് ഇവിടെ മുരളിച്ചൊക്കെ കൊണ്ടുണ്ട്. ബട്ട്ലർ പിന്നെ സിക്സിൽ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ സങ്കടമോട് തോന്നുന്നത്. അല്ലെങ്കിൽ കളിക്കേണ്ടതല്ല വരുന്നത്. രാജസ്ഥാനിൽ തിരിച്ചറിവ് ഉണ്ടാവേണ്ടതുണ്ട്. വരും മത്സരങ്ങൾ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം സഞ്ജുവിൽ നിന്ന് വലിയൊരു ഇന്നിങ്സ് ഉണ്ടാകണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ തവണ ക്യാപ്റ്റൻസിലേക്ക് തിരിച്ചു വന്നൊരു സാഹചര്യമാണ് സഞ്ജുവിൻ്റെ ഉള്ളത്. പിന്നെ പോയിന്റ് ടേബിൾ മുമ്പിലേക്ക് വരണം രാജസ്ഥാന്. അപ്പോൾ സഞ്ജുവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വലിയ ഇന്നിങ്സ് ഉണ്ടാകട്ടെ, അതുവഴി രാജസ്ഥാൻ വിജയിക്കട്ടെ, പോയിന്റ് ടേബിളിൽ ആദ്യത്തെ 4ലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കാം നമുക്ക് സഞ്ജുവിനും കൂട്ടർക്കും. തീർച്ചയായും ഒരു മികച്ച പ്രകടനം ഉണ്ടാവട്ടെ.